യേശുവിൽ സ്നേഹമുള്ളവരെ, കുടുംബം എന്ന ദൈവിക സംവിധാനം അത് നിത്യ സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് പോലെ നിത്യസനാതനമായ ഒരു സംവിധാനമാണ്. ദൈവം അനുവദിച്ചതും അനുഗ്രഹിക്കുന്നതും ലോകത്തിൽ ദൈവമക്കളുടെ ജനനത്തിനായി ഒരുക്കിയിരിക്കുന്നതുമായ സംവിധാനം മാനവകുലത്തിൻ്റെ ദൈവികവും മനോഹരവുമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനം. അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. വിവാഹ കൂദാശയിലൂടെ സഭയിൽ ഒരു പുരുഷനും സ്ത്രീയും ഭർത്താവും ഭാര്യയുമായി മാറുന്ന അത്ഭുതകരമായ നിമിഷത്തിൽ ഒരു കുടുംബം സ്ഥാപിക്കപ്പെടുകയാണ്. ആ കുടുംബം സ്ഥാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദൈവവിളി, ഒരു പുരുഷനെ പിതാവാകാൻ, ഒരു സ്ത്രീയെ അമ്മയാകാൻ ദൈവം വിളിക്കുന്ന വിളി, ആ വിളിക്ക് അനിവാര്യമായിരിക്കുന്ന ഒരു പുരുഷനെ ഭർത്താവാക്കി മാറ്റുന്ന, സ്ത്രീയെ ഭാര്യയാക്കി മാറ്റുന്ന മനോഹരമായൊരു വിളി. അനേകം മനോഹരമായിട്ടുള്ള ദൈവിക കൃപകളുടെ പ്രവാഹത്തിന് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഈ വലിയ സംവിധാനത്തെക്കുറിച്ച് ലോകം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും സ്ഥിരം ദൈവാലയ കേന്ദ്രീകൃതം ആത്മീയ ജീവിതം നയിക്കുന്നവർ പോലും വിവാഹമെന്ന കൂദാശയുടെ മനോഹാരിതയോ അതിൻ്റെ ദൈവികമായിട്ടുള്ള കൃപാമേഖലയോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം വളരെ ആത്മീയമായ ജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു മകൾ വിവാഹ കൂദാശ സ്വീകരിക്കാതെ ഒരു ചെറുപ്പക്കാരനുമായിട്ടുള്ള കല്യാണം നടത്തി അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു. രജിസ്റ്റർ വിവാഹമാണ് നടത്തിയത്, സിവിൽ മാരേജ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. പള്ളി വെച്ചുള്ള എക്ലേസിയാസ്റ്റിക്കലി അപ്രൂവ്ഡ് മാരേജ് നടത്തിയിട്ടില്ല. കൗദാശികമായി വിവാഹ ബന്ധം സ്ഥാപിക്കാതെ അവർ ഒരുമിച്ച് ജീവിക്കുന്നത് തെറ്റാണ് എന്ന് ആ മാതാപിതാക്കൾക്ക് ഞാൻ ഒന്ന് സൂചന കൊടുത്തപ്പോൾ പെട്ടെന്ന് ആ കുടുംബനാഥൻ അല്പം ഗൗരവത്തിലും അല്പം ക്ഷോഭത്തോടു കൂടി എന്നോട് പറഞ്ഞു, അവൻ്റെ ആദ്യ വിവാഹത്തിൽ ഭാര്യ ആയിട്ടുള്ള ബന്ധം വേർപെട്ട് കിട്ടുന്നില്ല സഭാപരമായിട്ട്. അങ്ങനെ ഇരിക്കുന്ന അവനൊരു കുടുംബജീവിതം വേണ്ടേ? എൻ്റെ മകൾ അവനെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ആ വിവാഹത്തിന് ഞാൻ കൂട്ടുനിന്നു. എനിക്ക് പള്ളിയുടെ ആശീർവാദം അല്ലെങ്കിൽ കൂദാശപരമായ ആശീർവാദം കിട്ടിയില്ലെങ്കിലും ഞാൻ അതിനെതിരെ നിൽക്കില്ല എന്നെല്ലാം പറഞ്ഞ് അപ്പൻ കുറച്ച് പൊട്ടിത്തെറിച്ച് സംസാരിച്ചു. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. കാരണം അവർ എൻ്റെ അടുക്കൽ ധ്യാനിക്കാൻ വരാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ധ്യാനത്തിൽ മനസ്സിലായിക്കൊള്ളുമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ അവർ ധ്യാനത്തിൽ വന്നപ്പോൾ ഈ അപ്പനും അമ്മയും മകളും ആ ധ്യാനത്തിന് വന്നു. പള്ളിയിൽ വെച്ചുള്ള വിവാഹം നടത്താതെ മറ്റൊരു വിധത്തിൽ സിവിൽ മാരേജ് മാത്രം നടത്തി കഴിയുന്ന, രജിസ്റ്റർ മാരേജ് മാത്രം നടത്തി കഴിയുന്ന ആ പെൺകുട്ടി, ജീവിത പങ്കാളി വന്നിട്ടില്ല, കാരണം അവൻ ഇന്ത്യക്ക് പുറത്താണ്. അപ്പോൾ പെൺകുട്ടിയും ധ്യാനത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാതെ പ്രസംഗ മധ്യേ വിവാഹം എന്ന കൂദാശയുടെ അർത്ഥം എന്താണ്, അപ്പോൾ സംഭവിക്കുന്ന അത്ഭുതം എന്താണെന്നൊക്കെ പ്രസംഗിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു, ദൈവം ഒരിക്കലും ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തി മക്കളെ ജനിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ശാരീരിക ബന്ധത്തിലുള്ള സുഖം അനുഭവിച്ച് ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ദൈവം. പുരുഷനും സ്ത്രീയും തമ്മിലോ, പുരുഷനും തമ്മിലോ, സ്ത്രീയും തമ്മിലോ ഉള്ള ഇപ്രകാരമുള്ള ശാരീരിക ബന്ധങ്ങൾ ദൈവം അനുവദിക്കുന്നില്ല. ദൈവം അനുവദിക്കുന്നത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധമാണ്. അതിൽ നിന്ന് ഞാൻ വീണ്ടും അല്പം കൂടി ഉയർന്ന ഒരാശയം പറഞ്ഞു. ഒരു പുരുഷൻ ഭർത്താവായി മാറുന്നത്, ഒരു സ്ത്രീ ഭാര്യയായി മാറുന്നത് വിവാഹമെന്ന കൂദാശയാൽ മാത്രമാണ്. ഇത് മാമോദിസ സ്വീകരിച്ച വിശ്വാസികളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. മാമോദിസ സ്വീകരിച്ച് സഭയിൽ അംഗങ്ങളായി തീർന്ന ദൈവമക്കളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
ഒരു പുരുഷൻ ഭർത്താവാകുന്ന, സ്ത്രീ ഭാര്യയാകുന്ന വിവാഹ കൂദാശയാൽ മാത്രമാണ്. ഒരു മാമോദിസ സ്വീകരിച്ച ദൈവ പൈതലിന് ഇതിനുപരിയായിട്ടൊരു നിയമമില്ല, ഒരവസ്ഥയില്ല. ഇതൊക്കെ വിശദീകരിച്ച് ഞാൻ ആ ക്ലാസ്സെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പൻ ഒറ്റയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു തെറ്റുപറ്റി. വിവാഹം എന്ന കൂദാശ എന്താണ് എന്ന് ഞാൻ ഇന്നാണ് ശരിക്കും മനസ്സിലാക്കിയത്. ഒരു മണിക്കൂർ നേരം എടുത്ത് വിശദീകരിച്ച വിഷയമാണ്. ഞാൻ ഒരൊറ്റ വാചകത്തിൽ പറയുകയാണ്. വിവാഹം എന്ന കൂദാശയുടെ അർത്ഥം അറിഞ്ഞുകൂടാത്തത് കൊണ്ട്, അതിലൂടെ എന്ത് സംഭവിക്കുന്നെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട്, ഒരു പുതിയ വരം ഈ പുരുഷനും സ്ത്രീക്കും കിട്ടുന്നു എന്നുള്ള സത്യം അറിയാത്തത് കൊണ്ട് ആ മനുഷ്യൻ്റെ മകൾ ഇതുപോലൊരു ബന്ധത്തിൽ ജീവിക്കുന്നത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അപ്പച്ചൻ. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചതിന് പരിഹാരം എന്താ ഉള്ളത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, അപ്പനും അമ്മയും മകളും, മകളെ വിവാഹം ചെയ്തയാളും അനുതപിച്ച് ഇങ്ങനെയൊരു കൂദാശയുടെ വില അറിയാതെ, അത് അറിയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അറിയാതെ, അങ്ങനെയുള്ള അറിവ് നൽകുന്ന ഒരു സ്ഥലത്ത് പോകാൻ മനസ്സ് കാണിക്കാതെ, ചെറിയ കുറേ അറിവുകളും നുറുങ്ങ് അറിവുകളുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ആത്മീയതയുടെ ദാരിദ്ര്യത്തിന് കാരണം അതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലയോർത്തൊന്ന് അനുതപിക്കണം. കാരണം ദൈവം അതിനുള്ള അവസരങ്ങൾ തന്നിട്ടും അറിയാതെ പോയതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അനുതപിച്ച് തമ്പുരാനെ, അറിവില്ലായ്മ സംഭവിച്ചതാണ്, ഒരു പരിഹാരം അങ്ങുണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ പറഞ്ഞു. ഇവരുടെ പ്രാർത്ഥന 3 മാസത്തോളം നീണ്ടു. അപ്പോൾ ഈ മകളെ വിവാഹം ചെയ്ത ആളുടെ അനൾമെന്റ് എന്ന് പറയുന്ന, വിവാഹം അസാധുവാണെന്ന് തിരുസഭ പ്രഖ്യാപിക്കുന്ന ആ കർമ്മം അതുവരെ നടന്നു കിട്ടാതിരുന്നത്, വേണ്ടത്ര രേഖകളെല്ലാം ശരിയായി കിട്ടി. 3 മാസത്തിനുള്ളിൽ അത് ഒഴിവായി കിട്ടി. അത് കഴിഞ്ഞ ഉടനെ, അനൾമെന്റ് കഴിഞ്ഞ ഉടനെ കൗദാശികമായി വിവാഹം പള്ളിയിൽ വെച്ച് ആശീർവദിക്കപ്പെട്ടവർ ജീവിച്ചു. അപ്പോൾ ആ മകള് അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു, ഇതുപോലുള്ള സത്യങ്ങൾ, വിവാഹം എന്ന കൂദാശയിലൂടെ സംഭവിക്കുന്ന വലിയ അത്ഭുതങ്ങൾ എന്തെന്ന് ലോകത്തിന് അറിഞ്ഞുകൂടാ. അത് സത്യമാണ്. സത്യത്തിൽ ഞാൻ പുരോഹിതനായ അവസരത്തിൽ മെത്രാൻ എൻ്റെ തലയിൽ കൈവച്ച് എനിക്ക് പൗരോഹിത്യ പട്ടം തന്നപ്പോൾ, മാത്യു ഇലവുങ്കൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇതാ ദൈവത്തിൻ്റെ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ, ഈശോ അപ്പസ്തോലന്മാർ വഴി കൈമാറ്റം ചെയ്തിരിക്കുന്ന തൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ എനിക്ക് പങ്കാളിത്തം കിട്ടിയപ്പോൾ എനിക്കൊരു വരം കിട്ടി. ആ വരത്തിലാണ് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ മുഴുവനും നിലനിൽക്കുന്നത്. ആ വരം എനിക്ക് കിട്ടിയത് പൗരോഹിത്യ പട്ടം എന്ന കൂദാശ വഴി മാത്രമാണ്. അത് ഞാൻ സെമിനാരിയിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയതല്ല. പഠനം അനിവാര്യമാണെങ്കിലും അത് എൻ്റെ ബുദ്ധിപരമായ കഴിവോ, എൻ്റെ വൈജ്ഞാനിക മേഖലയിലെ എന്തെങ്കിലും നേട്ടമോ, എൻ്റെ ശാരീരികമായ എന്തെങ്കിലും ക്ഷമതയോ വെച്ചിട്ടല്ല ദൈവം എനിക്ക് തന്നത്. അതൊക്കെ ഇതിൻ്റെ അകത്ത് കൂടിച്ചേർന്ന് വരുമെങ്കിലും, അതൊക്കെ ഇതിന് അനിവാര്യമായ കാര്യമാണെങ്കിലും, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനോട് ഞാൻ പ്രതികരിക്കുന്നു. ഞാനിതാ തയ്യാറാണ്. തെരഞ്ഞെടുപ്പും വിളിയും അതിനോട് ഞാൻ സഹകരിക്കുമ്പോൾ എനിക്ക് തമ്പുരാൻ തരുന്ന ഒരു വരമാണത്, പൗരോഹിത്യ വരം. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ വിവാഹ കൂദാശ സ്വീകരിക്കുന്ന ദമ്പതിമാർക്ക് കിട്ടുന്നത്. ഇവിടെ കുടുംബം എന്ന അടിസ്ഥാന സംവിധാനം, അത് പകരം വയ്ക്കാനില്ലാത്ത മറ്റൊരു കൃപയാലാണ് അവിടെ ഉണ്ടാവുന്നത്. അത് വിവാഹം എന്ന കൂദാശയിലൂടെയാണ് കിട്ടുന്നത്. എന്നാൽ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്ന അനേകം ചെറുപ്പക്കാർ പണ്ടെങ്ങുമില്ലാത്ത മറ്റൊരു അവസ്ഥയിൽ ഇന്ന് കഴിയുന്നത്. ഒരു 50-80 വയസ്സിന് അല്ലെങ്കിൽ ഒരു 80 വയസ്സിന് മുകളിലുള്ള കാർന്നോന്മാർ ജീവിച്ചിരുന്ന കാലത്ത് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന വിധത്തിലുള്ള വ്യക്തി സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മക്കൾക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ കല്യാണം ആലോചിച്ച് 2 പേർക്കും ബോധ്യപ്പെട്ടെങ്കിൽ മകനോ മകളോ അതങ്ങ് സ്വീകരിക്കുന്നു. സ്വീകരിക്കാത്ത സ്ഥലത്ത് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാകും. മിക്കപ്പോഴും ഇങ്ങനെയുള്ള അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്ന കുടുംബാംഗങ്ങളുടെ ആലോചന നടക്കുന്ന വിവാഹങ്ങൾ നടക്കുമായിരുന്നു. അന്ന് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായി ഇന്ന് വിവാഹമോചനങ്ങളും കുടുംബ തകർച്ചകളും പെരുകി വരുന്നു. ഇന്ന് ചെറുക്കന് പുരുഷന് ഇഷ്ടമുള്ള ആളെ കണ്ടെത്തുവാനുള്ള സ്വാതന്ത്ര്യം സമൂഹം അനുവദിച്ചു കൊടുത്തു.
അതുപോലെ പെൺകുട്ടിക്കും. അവർ തമ്മിൽ പരസ്പരം ഒന്ന് പരിചയപ്പെട്ടു. അവരുടെ രണ്ടുപേരുടെയും സ്വഭാവങ്ങളും ശൈലികളൊക്കെ മനസ്സിലാക്കി അവർ കുറച്ചു കാലം ആശയം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചൊക്കെ സൗഹാർദ്ദത്തിൽ ജീവിച്ചു. എന്നിട്ട് മാതാപിതാക്കളെ അറിയിക്കുന്നു, കല്യാണം നടത്തി തരണം. ഇതൊക്കെ സംഭവിച്ചിട്ടും രണ്ടുപേരുടെ അഭിരുചികളെല്ലാം സമാനമായിരുന്നിട്ട് പോലും, വ്യത്യസ്തങ്ങൾ അഭിരുചികളുള്ളവർ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിട്ട് കല്യാണം നടത്തിയിട്ട് പോലും, ഇതൊന്നുമില്ലാതെ വിവാഹം നടന്നിരുന്ന 80 വർഷം മുമ്പുള്ള വിവാഹ ജീവിതത്തിലുണ്ടായിരുന്ന കൂട്ടായ്മയും ഐക്യവും ഭിന്നിച്ചു പോകാതിരിക്കുന്ന അവസ്ഥ ഇന്ന് കാണുന്നില്ല. എന്തായിരിക്കാം കാരണം? ഉൽപ്പത്തി 2:18 ദൈവം പറഞ്ഞൊരു വചനമുണ്ട്, ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവം ചേർത്ത് തരുന്ന ഇണയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഭിന്നിച്ചു പോവുകയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അഥവാ ദൈവം ചേർത്ത് തരുന്ന ഇണയെ സ്വീകരിച്ചിട്ട് അത് പിന്നീട് ഭിന്നിച്ചു പോയാൽ അത് അവരുടെ ആത്മനാശത്തിന് പോലും കാരണമാകും. കാരണം ദൈവത്തിൻ്റെ പദ്ധതി അവിടെ തകരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് നിങ്ങൾക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്, ദൈവം അനുവദിച്ചു തരുന്ന ചേർത്ത് തരുന്ന ഇണയെ എങ്ങനെ കണ്ടെത്തും? അതിനും സത്യമായിട്ടും എനിക്ക് പരിശുദ്ധാത്മാ തന്ന വെളിപ്പെടുത്തൽ ഇതാണ്. അതിന് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടൽ വേണ്ട എന്ന് ഞാൻ പറയില്ല. യുവതലമുറ അതിനെ അംഗീകരിക്കില്ലെന്നും എനിക്കറിയാം, ഞാനും അംഗീകരിക്കില്ല. വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷൻ, സ്ത്രീ, ആൺകുട്ടി, പെൺകുട്ടി, യുവാവ്, യുവതി, അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്ത് ഒരു ഘടകമാകാം ഇവരുടെ അന്വേഷണത്തിൽ, തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ. അതിന് സംശയമൊന്നുമില്ല. എന്നാൽ അത് മാത്രം പോരാ. എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ കിട്ടുന്നു, അവൾക്ക് എന്നെ ഇഷ്ടം, എനിക്ക് അവളെ ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണം നടത്തി തരണമെന്ന് പറയുന്നതിന് മുമ്പ് ഇത് ദൈവം അനുവദിക്കുന്നുണ്ടെന്നറിയാൻ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത് സഭ അനുവദിക്കുന്നുണ്ടെന്ന് നോക്കണം. കാരണം ദൈവം സഭയിലൂടെ ചൊരിയുന്ന കൃപകളെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല. ഹെസ്സക്കിയ എന്ന് പറയുന്ന രാജാവ്, ദിനവൃത്താന്തം 2-ാം പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 15-ാം വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഹെസ്സക്കിയ രാജാവ് ലേവി പുരോഹിതന്മാരോട് തകർന്നു കിടന്നിരുന്ന, നശിച്ചു കിടന്ന ജെറൂസലേം ദേവാലയം വിശുദ്ധീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവര് കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് രാജാവ് കൽപ്പിച്ചതിന് പ്രകാരം ആ ദേവാലയം വിശുദ്ധീകരിക്കാൻ അകത്ത് കിടന്നു. കർത്താവിൻ്റെ അരുളപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ രാജാവിൻ്റെ കൽപ്പന, അത് തിരുസഭയുടെ കൽപ്പനയായിട്ട് നമുക്ക് എടുക്കാം. അതോടുകൂടി അവരങ്ങ് ചെന്നത്. ഇനി ആ ഹെസ്സക്കിയ രാജാവിൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് പോവുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നു. എങ്ങനെയാണ് ഹെസ്സക്കിയയ്ക്ക് വിജയം ഉണ്ടായത്? കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവൻ ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു, കർത്താവിനോട് വിശ്വസ്തത പുലർത്തി, കർത്താവിനോട് ഒട്ടിനിന്നു, കർത്താവിനെ അനുഗമിച്ചു, മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനകളെല്ലാം പാലിച്ചു. കർത്താവിൻ്റെ കൽപ്പന തലമുറകൾക്ക് മുമ്പേ മോശ വഴി കിട്ടിയത് സ്വീകരിച്ചു ഹെസ്സക്കിയ രാജാവ്. അതിനാൽ കർത്താവ് അവനോട് കൂടി ഉണ്ടായിരുന്നു, അവൻ്റെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്തു. തിരുസഭ വഴി 2000 വർഷം പഴക്കമുള്ള തിരുസഭ വഴി ദൈവം നമുക്ക് നൽകുന്ന ക്രമീകരണങ്ങളെയും ക്രമങ്ങളെയും സംവിധാനങ്ങളെയും പ്രബോധനങ്ങളെയും അഭിഷേകത്തെയും നമ്മൾ സ്വീകരിക്കണം. നമുക്ക് തോന്നിയ രീതി പോകാൻ പറ്റില്ല. സഭാ സംവിധാനം, തിരുസഭാ സംവിധാനം അത് ദൈവം ഒരുക്കിയതാണ്. അതിലൂടെ കിട്ടുന്ന കൃപയെ നിരസിച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരാജയം വിളിച്ചു വരുത്തുകയാണ്. രണ്ടാമതായി കുടുംബം എന്ന മഹാസംവിധാനം, അതിൽ പ്രത്യേകിച്ച് മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ ഇവരടങ്ങുന്ന കുടുംബം. ആ കുടുംബ കൂട്ടായ്മയും സഭാ കൂട്ടായ്മയും നമ്മുടെ കൂടെ നിൽക്കണം. ഇത് കഴിഞ്ഞേ കൂട്ടുകാർ പാടുള്ളൂ. പക്ഷേ യുവതലമുറയ്ക്കുണ്ടാകുന്ന ഒരു അപകടം, കൂട്ടുകാരാണ് പല കല്യാണത്തിൻ്റെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രധാനപ്പെട്ട പ്രേരക ശക്തി. പിന്നെ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ, പല സോഷ്യൽ നെറ്റ്വർക്കുകളുണ്ട്, മൊബൈൽ ഫോൺ സംവിധാനമുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ വിശാലമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ കൂട്ടായ്മ, കൂട്ടുകാരുടെ കൂട്ടായ്മ, ഇത് രണ്ടിനെ വെളിച്ചത്തിൽ കുടുംബ കൂട്ടായ്മ, തിരുസഭാ കൂട്ടായ്മ വെടിയുമ്പോൾ യുവതി യുവാക്കൾ വിവാഹത്തെക്കുറിച്ചുള്ള
തെറ്റായ ചിന്തയിലേക്കും അറിവിലേക്കും വരും. അവിടെയാണ് പല കുടുംബങ്ങളും തകർന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിലുള്ള ആശീർവാദം സ്വീകരിക്കാൻ വരുന്ന ഈ വിവാഹിതരാകാൻ പോകുന്ന പുരുഷനും സ്ത്രീയും തിരുസഭയിലൂടെ ആ ആശീർവാദം സ്വീകരിക്കണം. ഒന്ന്. രണ്ടാമതായി, ആ കുടുംബത്തിൻ്റെ അനുഗ്രഹം, ആശീർവാദം, കൂട്ടായ്മ, സ്നേഹം, സപ്പോർട്ട് അതിന് വേണം. എങ്കിലേ ദൈവം ചേർത്ത് തരുന്ന ഇണയാണ് വിവാഹം കഴിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു അടിസ്ഥാനത്തെ തള്ളിക്കളഞ്ഞതാണ് പല കുടുംബങ്ങളിലെ തകർച്ചയ്ക്ക് കാരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഈ ധ്യാനം നമ്മൾ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. കുടുംബം എന്ന മഹാസംവിധാനത്തിൻ്റെ ഭിന്നതയ്ക്ക്, കലഹത്തിന്, അതുപോലെ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഒത്തിരി മേഖലകളുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. ചിലതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. തെറ്റായ അറിവുകൾ, തെറ്റായ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ശൈലികളായിരിക്കാം ഇതിൻ്റെ ഭിന്നതയ്ക്കും തകർച്ചയ്ക്കും കാരണം. മറ്റൊന്ന് പുറത്തുള്ള സ്വാധീനം. രണ്ടിൽ നിന്നും മോചനം കിട്ടണം. ബാഹ്യമായിട്ടുള്ള തിന്മ നിറഞ്ഞ സ്വാധീനങ്ങൾ, ആന്തരികമായി കിടക്കുന്ന തെറ്റായ അറിവുകൾ, അതിൽ നിന്നെല്ലാം മോചനം കിട്ടണം. അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കൾക്കും കുടുംബജീവിതം എന്ന വിശുദ്ധവും അങ്ങേയറ്റം ദൈവികവുമായ സംവിധാനത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന മേഖലകളെക്കുറിച്ചുള്ള അറിവ് അങ്ങ് നൽകിയല്ലോ. ഈശോയെ, വിവാഹമെന്ന കൂദാശയുടെ പാവനമായ അഭിഷേക മേഖല മറന്ന് വെറും ശാരീരികമായിട്ടുള്ള ഒന്നാകലും അതിൻ്റെ സുഖത്തിലും മാത്രം ആഗ്രഹം വെച്ചും അതിൽ മാത്രം അഭിരമിച്ചും കഴിയുന്ന ഓരോരുത്തരെയും മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. അങ്ങയുടെ മഹാസംവിധാനത്തെ ഏറ്റവും വിശുദ്ധിയുള്ള മനസ്സോടെ എല്ലാവരും ഉൾക്കൊള്ളാൻ ഇടവരട്ടെ. കുടുംബങ്ങളെ തകർക്കുന്ന തെറ്റായ മനോഭാവങ്ങളിൽ ദാസരെ മോചിപ്പിക്കണമേ. ഭിന്നതയും കലഹവും അസൂയയും അസ്വസ്ഥതയും അതുപോലെ തന്നെ ലോകമോഹങ്ങളെല്ലാവരും വിട്ടുപോകട്ടെ. ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ദമ്പതിമാരെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ. വിവാഹ കൂദാശ സ്വീകരണ സമയത്തുള്ള കുറവുകൾ പരിഹരിച്ചു കൊടുക്കണമേ. എല്ലാ തരത്തിലുള്ള ദുസ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ, ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ,
പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞു അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാ പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഊമർ സംസാരിക്കട്ടെ. നാവിന്റെ കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോറിന്റെ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരരോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. സിസ്റ്റർ സലോമി UMI സഭയിൽപ്പെട്ട സിസ്റ്റർ സലോമി. എന്തായിരുന്നു അസുഖം? എൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ ആയിരുന്നു. കാലിന് വെരിക്കോസ് വെയിൻ എത്ര വർഷമായി? ഒരു 40 വർഷം പഴക്കമുള്ള വെരിക്കോസ് വെയിൻ പൊട്ടി. എന്നിട്ട് ഒത്തിരി ട്രീറ്റ്മെൻറ്റും ഓപ്പറേഷനും എല്ലാം ചെയ്തു. എന്നിട്ടൊന്നും മുറിവ് കരിയുന്നുണ്ടായില്ല. അവസാനം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഇപ്പം ഇന്നിവിടെ ഈ ധ്യാനത്തിന് വന്നിട്ടുണ്ടായ സൗഖ്യം എന്താണ്? ഇന്നലെ വന്നതിൻ്റെ പിറ്റേ ദിവസം ആ മുറിവിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി. വെള്ളം മാത്രം, ഒട്ടും വേദനയില്ല, വെറുതെ വെള്ളം മാത്രം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. തിങ്കളാഴ്ച മുതൽ കാലിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. ഇന്നലെയോ? എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് ഉണങ്ങി കരിഞ്ഞുപോയി. ഇപ്പം ഒട്ടും വേദനയില്ല. 40 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വെരിക്കോസ് വെയിൻ പൊട്ടി. അതിൻ്റെ ഫലമായിട്ട് കഠിനമായ വേദന, പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം ധ്യാനത്തിൻ്റെ 2ാം ദിവസം മുതൽ കാലിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഇപ്പോൾ ആ കാല് പൂർണ്ണമായി കരിഞ്ഞുണങ്ങി, പൂർണ്ണമായി സുഖം പ്രാപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നിൽക്കുന്ന ബിജു മാത്യു എന്ന സഹോദരൻ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. 8 മാസം മുമ്പ് ഒരു മാവിൻ്റെ മുകളിൽ നിന്ന് വീണു. മൈക്ക് കൊടുത്ത് എത്ര ഉയരത്തിൽ നിന്നാണ് വീണത്? ഒരു 15 അടി വരെ ഉണ്ടാവും. 15 അടി ഉയരമുള്ള ഒരു മാവിൻ്റെ മുകളിൽ നിന്ന് ബിജു മാത്യു വീണതിൻ്റെ ഫലമായി നടുവിന് ഒടിവ് സംഭവിച്ചു. അവിടെ കമ്പിയിട്ട് നട്ടും ബോൾട്ട് മുറുക്കിയിരിക്കുകയാണ്. അതുകൂടാതെ ഈ കൈയുടെ ഇവിടം തന്നെ 3ആയിട്ട് ഒടിഞ്ഞുപോയി. ഓപ്പറേഷൻ നടത്തി. ഈ കൈയുടെ വിരലുകൾ മടക്കാൻ പറ്റുന്നില്ലായിരുന്നു. എങ്ങനെ നേരത്തെ പിടിച്ചിരുന്നേ? ഇത്രയും വരുള്ളായിരുന്നു. ഇപ്പോൾ ആ വിരലുകൾ പൂർണ്ണമായിട്ട് മടക്കിക്കെ പൂർണ്ണമായിട്ട് ചുരുട്ടി പിടിക്കാൻ പറ്റുന്നു. ഹല്ലേലൂയ. രണ്ടാമതായി ഈ തോള്, ഈ കൈ പൊക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടുത്തെ ഈ വേദന മൂലം കൈ ഇങ്ങനെ പൊക്കാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലിന് പൊട്ടലുണ്ടായിരുന്നു. ഇനി മൈക്ക് മാറ്റിക്ക്, കൈ പൊക്കിക്ക്. ഇപ്പോൾ ഒരു വേദനയുണ്ടോ? ഇല്ല, ഒട്ടും വേദനയില്ല. 8 മാസം മുമ്പ് അപകട ഫലമായി ഉണ്ടായ ഈ പരിക്കുകൾ, നടുവിന് വേദന, തോളിന് വേദന, കൈയുടെ വിരൽ മടക്കാൻ പറ്റാത്ത അവസ്ഥ, കൈക്ക് വേദന എല്ലാം കർത്താവ് എടുത്തു മാറ്റി. നല്ലൊരു കൈയുടെ ഈശോയ്ക്ക് കൊടുക്കാം. ഹല്ലേലൂയ.
വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.